പായസങ്ങളും രാജാവെന്ന് ഞാൻ പറയുന്ന അടപ്രഥമൻ ഇല്ലാണ്ട് എന്ത് ഓണമാണ് ഈ വർഷം. അപ്പൊ അതുകൊണ്ട് അടപ്രഥമൻ ഈ വർഷം നന്നായിട്ട് ഉണ്ടാക്കാന്ന് വിചാരിച്ച് ഇപ്പോഴേ ഞാൻ അതിന്റെ ട്രെയിനിങ് തുടങ്ങി. അപ്പൊ ആദ്യം ഞാൻ ശർക്കര കുറച്ച് പാനിയാക്കാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ അട നന്നായിട്ട് വേകാനായിട്ട് വേറൊരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അട നന്നായിട്ട് വെന്തു. അത് ഞാൻ ഒരു പാത്രത്തിലേക്ക് അരിപ്പയിലേക്ക് ഊറ്റിയെടുത്ത് വെച്ച അട ഞാൻ ആറിക്കഴിഞ്ഞ ശർക്കര പാനിയില്ലേ അത് ഒഴിച്ച് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് അടുപ്പത്ത് വെച്ച് ശർക്കരയൊക്കെ ഒന്ന് അടയിലേക്ക് പിടിക്കാനായിട്ട് വീണ്ടും ഒന്ന് യോജിക്കാനായിട്ട് അടുപ്പത്ത് വെച്ചു. അത് നന്നായിട്ട് തന്നെ ശർക്കരയൊക്കെ പിടിച്ച് യോജിച്ചു വന്നു. ആ സമയം കൊണ്ട് അരിഞ്ഞു വെച്ച തേങ്ങാക്കോത്തും കാഷ്യൂ നട്ട്സും ഒരു ഉണക്കമുന്തിരിയും എല്ലാം നന്നായിട്ടൊന്ന് നെയ്ക്കകത്ത് ഫ്രൈ ആക്കി എടുത്തു. അതിനുശേഷം ശർക്കരയൊക്കെ നന്നായിട്ട് പിടിച്ചു വന്ന അടയിലേക്ക് തേങ്ങാപ്പാലിന് പകരം ഞാൻ പശുവിൻ പാലാണ് ചേർത്ത് കൊടുത്തത്. പാക്കറ്റ് പാലായിരുന്നു, നന്നായിട്ട് കൊഴുത്ത പാലായിരുന്നു. അതിലേക്ക് ചവ്വരി പാല് ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും ചേർത്ത് കൊടുത്തു. അതിനുശേഷം ലാസ്റ്റിലായിട്ട് ഈ നമ്മൾ ഫ്രൈ ആക്കി വെച്ച എല്ലാം കൂടി ചേർത്ത് മിക്സ് ചെയ്തു. ചുക്കും ജീരകവും പൊടിച്ചത് ചേർത്തു. നല്ല അടിപൊളി പായസമായിരുന്നു. നന്നായിട്ട് കൊഴുത്തു വന്നു. അടിപൊളി പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഓണത്തെ എല്ലാവരും ചെയ്ത് നോക്കുക.